സെക്കൻഡ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ബ്യൂട്ടിഫുൾ അമേസിങ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിട്ടാണ്. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡഡ് എന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒത്തിരി അടിപൊളിയായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതാണ് ഹൈലൈറ്റ്. ചിയ പുഡിങ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, ഒരുപാട് മഫിൻസ്, ക്രോസാൻസ്, എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു. ഓംലെറ്റ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫില്ലിങ്സ് പറഞ്ഞു കൊടുത്ത് അതിനനുസരിച്ചിട്ടുള്ള ഓംലെറ്റ് അവർ ഉണ്ടാക്കി തരും. പിന്നെ ഫ്രഷ് ടാക്കോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ഹൈലൈറ്റ്. ഇതാണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രഷ് ടാക്കോ സ്റ്റേഷൻ. പിന്നെ ഒരുപാട് തരത്തിലുള്ള ബ്രെഡ്സ് ഉണ്ടായിരുന്നു, ചീസസ് ഉണ്ടായിരുന്നു, പിന്നെ സോസസ്, ഫ്രഷ് ഫ്രൂട്ട്സ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ നടന്നു പോയപ്പം എനിക്ക് ഇത് ട്രൈ ചെയ്യണമെന്ന് ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് നിർബന്ധിച്ചു, കഴിച്ചു നോക്ക്, ഭയങ്കര നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു. അപ്പം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് അവരുടെ ക്വസീഡിയ. അപ്പം അവർ പറഞ്ഞു തന്നത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഉള്ളൊരു സ്പെഷ്യൽ പെപ്പർ ആൻഡ് കോൺ, മഷ്റൂം, ചിക്കൻ, പോർക്ക്. ഞാൻ ചിക്കനും പിന്നെ മെക്സിക്കൻ പെപ്പേഴ്സ് ആൻഡ് കോൺ ഉള്ളതാണ് ട്രൈ ചെയ്തത്. ചിക്കൻ വാസ് അമേസിങ്, റിയലി ഫ്ലേവർഫുൾ, വെരി നൈസ്. പിന്നെ ഞാൻ പെപ്പേഴ്സ് ആൻഡ് കോൺ ഫില്ലിങ്സോടെ ട്രൈ ചെയ്തായിരുന്നു. ഈ quesadilla ഓൾമോസ്റ്റ് വളരെ തിന്നായിട്ടുള്ളൊരു ടാക്കോ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ കുറച്ച് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഐ തിങ്ക് അത് വേറൊരു ഫ്ലവർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫ്ലവർ എന്ന് വെച്ചാൽ ഏതോ ഒരു വേറൊരു ഗ്രെയിനിൻ്റെ പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നല്ല ഫ്രഷ് quesadilla എൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ ഇതിന് ഒത്തിരി സൈഡ്സ് ഉണ്ട്. ചില്ലി ഓയിലുണ്ട്, അവരുടെ ഒരു സോസ് ഉണ്ട്, ടൊമാറ്റോ ചില്ലി സോസ്, ഗുവാക്കമോളി, പിക്കിൾഡ് അനിയൻസ്, അങ്ങനെ ഒത്തിരി സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ സൈഡ്സൊക്കെ എടുത്തു. അതിൻ്റെ ഗംഭീര ടേസ്റ്റ് കാരണം ഞാൻ ഒരെണ്ണം കൂടെ പോയി കഴിച്ചു കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം പുതിയ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. മുഖത്തെ സന്തോഷം കണ്ടില്ലേ, ബർത്ത്ഡേയുടെയാ. ഇതൊക്കെയാണ് ഞാനെടുത്ത ഫോട്ടോസ്. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. അവിടെ മെക്സിക്കൻ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയത്. ഇത് ക്യാച്ച് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡിഷാണ്. അതായത് ഫ്രഷ് ഫിഷ് മാരിനേറ്റഡ് ഇൻ ലൈം ജ്യൂസ്, അവക്കാഡോ, ക്യൂക്കമ്പർ. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇത് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പിന്നീട് കഴിച്ചായിരുന്നു. അത്രയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. പിന്നെ ഗ്രിൽഡ് ഷ്രിംപ്, പൊട്ടാറ്റോ ഒക്കെ ഉള്ളൊരു ഡിഷാണ് ആശിഷ് കഴിച്ചത്. ദാറ്റ് വാസ് ആർ മെയിൻ ഡിഷ്. സീ ഫുഡ്സ് ഒക്കെ ഒത്തിരി ഫ്രഷ് ആയിരുന്നു. ഞാൻ കഴിച്ചത് ഒക്ടോപ്പസിൻ്റെ ഒരു ഡിഷായിരുന്നു. ഇതും അടിപൊളിയായിരുന്നു. പിന്നെ ഡെസേർട്ട് ഓഫ് കോഴ്സ് ഇതൊരു ഗോവ മൂസ് ആയിരുന്നു. ഇതും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. ബീച്ച്, ലുക്ക് അറ്റ് ദോസ് ബ്ലൂ വാട്ടർ, ഓ മൈ ഗോഡ്, ബ്രെത്ത് ടേക്കിംഗ്, അമേസിങ്. കുറേ നേരം ഞങ്ങൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ലുക്ക് അറ്റ് ദ ബ്യൂട്ടിഫുൾ ബീച്ച്. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് റിസോർട്ടിലുള്ള റൂഫ് ടോപ്പിലേക്ക് പോയി. അവിടെ റൂഫ് ടോപ്പ് പൂളുണ്ട്, പൂൾ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു, DJ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കുറേ നേരം ചില്ല് ചെയ്തു. നല്ല സൺസെറ്റിന് വേണ്ടിയിട്ടാണ് പോയത്. നല്ലൊരു വൈബായിരുന്നു. ഒത്തിരി വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കുറേ നേരം ചില്ല് ചെയ്തിരുന്നു. കുറച്ച് ഡ്രിങ്ക്സൊക്കെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഡിന്നറിന് പോയി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. അന്നത്തെ നമ്മുടെ ഡിന്നർ ഇറ്റാലിയൻ ക്യൂസീൻ ആയിരുന്നു. നല്ല ഫ്രഷ് ബ്രെഡ്, എവറിത്തിങ് വാസ് സോ ഗുഡ്. ആശിഷ് കലമാരിയാണ് കഴിച്ചത്, വിച്ച് ഇസ് ആർ സ്ക്വിഡ്. ഫുഡ് വാസ് ഓവറോൾ അടിപൊളി. ദിസ് ഇസ് ബ്രഷേറ്റ, നല്ല ഫ്രഷ് ചീസ്, ടൊമാറ്റോസ്, ബേസിൽ, ഇതൊക്കെ ഒലിവ് ഓയിലൊക്കെ ഇട്ടിട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിൽ ഇട്ടിരുന്നൊരു ഡിഷാണ്. ഡെസേർട്ട് കഴിച്ചത് പാനക്കോട്ടയായിരുന്നു, അടിപൊളിയായിരുന്നു. ആശിഷ് ടിറാമിസു കേക്കാണ് കഴിച്ചത്. പിന്നെ നമ്മളൊരു നൈറ്റ് സ്ട്രോളിന് പോയി അവിടുത്തെ സ്ട്രീറ്റ്സിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് അവിടുത്തെ സ്ട്രീറ്റ്സ് കാഴ്ചകൾ.
നൈറ്റ് ലൈഫ് ഫുൾ ഓൺ ആണ് അവിടെ. നമുക്ക് ഒത്തിരി നടക്കാനും കാണാനും ഒക്കെ ഉണ്ട്. ഒരുപാട് വെൻഡേഴ്സ്, ഒരുപാട് ആർട്ടിസൻസ്, ഒരുപാട് ഹാൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽ, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, ഈവൻ ടെക്കീല ബാർസ് വരെ, ടെക്കീല ടേസ്റ്റിംഗ് ആൻഡ് ബാർസ് വരെ അവിടെ ഓപ്പൺ ആയിരുന്നു. ടൂറിസ്റ്റുകൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു ബോഹോമിനിയൻ സ്റ്റൈലിലുള്ള എല്ലാ ക്ലോത്ത്സ്, ഷൂസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഹാറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഒത്തിരി അവൈലബിൾ ആണ്. അങ്ങനെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് അന്നത്തെ ദിവസം അവസാനിച്ചു. ദാറ്റ് വാസ് day 2. Thank you all for watching. Bye bye.